പ്രണയമണി തൂങ്ങൽ ഭാഗം 23. അവൻ്റെ കരവലയത്തിൽ കിടന്ന് ശ്വാസം കിട്ടാതെ അവൾ കിടന്ന് പിടഞ്ഞു. അവനെ തള്ളി മാറ്റി അവൾ നിന്ന് കിതച്ചതും അവൻ ചിരിച്ചു. അപ്പോൾ ഇതൊക്കെ മനസ്സിലുണ്ടായിട്ടാണോ നീ എന്നോട് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞത്? അവൾ പറയാനാകാതെ മുഖം കുനിച്ച് നിന്നു. അവൻ പതിയെ അവളുടെ താടിയിൽ പിടിച്ചു മുഖമുയർത്തി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്തിനായിരുന്നടി ഇതൊക്കെ? അവൻ ചോദിച്ചു. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് വീണു. അവൻ അവളെ ചുറ്റിപ്പിടിച്ചു. മോഹിക്കാൻ അർഹതയില്ലെന്ന് പലതവണ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ്, പക്ഷേ കേട്ടില്ല. എപ്പോഴൊക്കെയോ ഈ ചെക്കൻ എൻ്റെ മനസ്സിൽ കയറി കൂടി. പറിച്ചെറിയാൻ പലതവണ നോക്കി, കഴിഞ്ഞില്ല. ഇഷ്ടമാണെന്ന് പറയാൻ പലവട്ടം ഒരുങ്ങിയതുമാണ്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ കാര്യങ്ങളും ആളുകളുടെ പരിഹാസവും എല്ലാം ഓർക്കുമ്പോൾ എന്നിൽ അപകർഷതാബോധം തലപൊക്കി. വിവാഹം കഴിക്കുന്ന പുരുഷന് ഒരു പെണ്ണ് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം അവളുടെ പാതിവ്യത്യമാണ്. അതില്ലാത്ത നിനക്ക് എന്നെ മോഹിക്കാൻ എന്തർഹതയാണ് ഉള്ളതെന്ന് മറുപടി ചോദിച്ചാൽ എനിക്കത് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ് എല്ലാം ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ കുഴിച്ചു മൂടിയത്. അവൻ അവളെ പിടിച്ചുയർത്തി. നീ എന്നെക്കുറിച്ച് അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? ഒരു പേ പിടിച്ച പട്ടി നിന്നെ കടിച്ചെന്ന് വെച്ച് അതിൻ്റെ പേരിൽ നിന്നെ തള്ളി പറയുന്നവനാണ് ഞാനെന്ന് കരുതിയോ നീ? നിനക്കൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് നിന്നെ പരിശോധിച്ച് ഡോക്ടർ തന്നെ പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് പ്രിയ? എനിക്കെന്നും പ്രിയപ്പെട്ടവൾ നീയാണ്. അത് കേട്ടതും അവൾ അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു. അവന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. എടി, അധികം മുറുകെ പിടിക്കണ്ട കേട്ടോ, ചിലപ്പോൾ എൻ്റെ കൺട്രോള് പോകും, അവൻ കുസൃതി ചിരിയോടെ പറഞ്ഞു. അവൾ മുഖമുയർത്തി അവനെ നോക്കി. എങ്ങനെ? അവൾ പുരികം ചുളിച്ചുകൊണ്ട് ചോദിച്ചു. അല്ല, എന്നിലെ പുരുഷനെ ഉണർത്താൻ നിൽക്കേണ്ടെന്ന് പറഞ്ഞതാ. കൺട്രോൾ വിട്ടാൽ ചിലപ്പോൾ കുടിച്ചപ്പോൾ ചെയ്തതുപോലെ പലതും ചെയ്തു പോകും ഞാൻ, അവനൊരു കള്ളച്ചിരിയോട് പറഞ്ഞതും അവൾ പൊട്ടിച്ചിരിച്ചു. ഞാൻ കണ്ടതാണല്ലോ. ആദ്യത്തെ ആവേശമൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതി എൻ്റെ കഥ കഴിഞ്ഞെന്ന്. അപ്പോഴല്ലേ പെട്ടെന്ന് ഫ്യൂസ് പോയ ബൾബ് പോലെ കട്ടിലേക്ക് വീണത്. ഓർമ്മയുണ്ട് അതൊക്കെ? അവനൊന്ന് ചമ്മി. അത് അന്ന് കുടിച്ചിട്ട് ബോധം പോയതല്ലേ? ഇന്നങ്ങനെയല്ലല്ലോ, ഞാനേ സ്ട്രോങ്ങാ. നീ വിചാരിക്കുന്നതിലും ഡബിൾ സ്ട്രോങ്. കാണണോ? അയ്യ, കാണിക്കാനിങ്ങ് വാ, അപ്പോൾ അറിയാം ഞാൻ ആരാണെന്ന്. ആഹാ, അങ്ങനെയാണോ? എന്നാ അറിഞ്ഞിട്ട് തൻ്റെ കാര്യം, ഇവിടെ പാടി. അതും പറഞ്ഞ് അവനവളെ പിടിക്കാനൊരുങ്ങിയതും അവൾ ഓടി. പിന്നാലെ അവനും. മനുവേട്ടാ, വേണ്ട കേട്ടോ, അവൾ പറഞ്ഞു. നിന്നെ അങ്ങനെ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നില്ലടി. അവൾ നേരെ ബെഡ്റൂമിലേക്ക് ഓടി. കട്ടിലിൻ്റെ അപ്പുറവും ഇപ്പുറവുമായി ഇരുവരും നിന്നു. മനുവേട്ടാ, വേണ്ട, നിന്നെ ഇന്ന് ഞാൻ വിടില്ലടി. അതും പറഞ്ഞ് അവൻ കട്ടിൽ ചാടിക്കടന്നു. അവളുടെ വയറിലൂടെ കൈയിട്ട് പിടിച്ചുയർത്തിക്കൊണ്ട് അവൻ കട്ടിലിലേക്ക് വീണു. അവൻ അവളെ ഉറ്റുനോക്കി. ഇനിയും കാത്തിരിക്കാൻ വയ്യടി. ഇത്രയും നാൾ എന്നെ തന്നെ പിടിച്ചു നിർത്തിയത് എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. സ്വന്തമാക്കിക്കോട്ടെടി നിന്നെ ഞാൻ, അവൻ ചോദിച്ചു. അവളുടെ മുഖം നാണത്താൽ കുതിർന്നു, കണ്ണുകൾ കൂമ്പിയടഞ്ഞു. അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി നാണത്തോടെ അവൾ പറഞ്ഞു. അവൻ സന്തോഷത്തോടെ അവളെ ചുറ്റിപ്പിടിച്ചു. പിന്നെ മുഖമുയർത്തി അവളുടെ നെറ്റിയിലും കവിളിലും ചുണ്ടിലും കഴുത്തിലുമെല്ലാം അവൻ ചുംബിച്ചു. അവളുടെ അണിവയറിലെ വിരലുകൾ കൊണ്ട് ഇക്കിളി കൊടുവേ അവളൊന്ന് പിഴഞ്ഞു. അവൻ പതിയെ അവളുടെ ഉടലോട് ചേർന്ന് കിടന്നു. അവളുടെ ഗന്ധം അവനെ മത്തു പിടിപ്പിച്ചു. അതിയായ ആവേശത്തോടെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അവളിലെ പെണ്ണിനെ അറിയാൻ അവൻ വെമ്പൽ കൊണ്ടു. മാനത്ത് ഇരുണ്ടുകൂടിയ കാർമേഘങ്ങൾ ധാരയായ മണ്ണിലേക്ക് പെയ്തിറങ്ങവേ അവനും അവളിലേക്ക് പെയ്തിറങ്ങി. അവളിലെ പെണ്ണിനെ അറിഞ്ഞ് അവളെ പൂർണ്ണതയിലെത്തിച്ച് തളർന്ന് മയങ്ങവേ അവളുടെ പരിശുദ്ധി തെളിയിക്കാൻ ബെഡിൽ വീണ ചുവന്ന തുള്ളികൾ മാത്രം മതിയായിരുന്നു.
മുറിയിലൂടെ ആശങ്കയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു ഗോമതി. അവരുടെ കാതുകളിൽ അഭി പറഞ്ഞ വാക്കുകൾ മുഴങ്ങി. അതോർക്കുന്നോറും ഗോമതിയുടെ നെഞ്ചിരിപ്പേറി. ഈശ്വര, ഈശ്വര, എന്ത് സംഭവിക്കരുതെന്ന് കരുതിയാണ് താൻ ഇതൊക്കെ ചെയ്ത്. അത് നടക്കാൻ പോവുകയാണ്. അഭി നീലിമയെ വിവാഹം കഴിച്ചാൽ അതോടെ എല്ലാം തകരും. ഇല്ല, അത് അനുവദിച്ചുകൂടാ. അതിനു വേണ്ടിയല്ലേ താനും പ്രിയയും ഇതൊക്കെ ചെയ്തത്. പ്രിയയും അഭിയും പിരിയാൻ പാടില്ല. എങ്ങനെയും അത് തടഞ്ഞേ പറ്റൂ. പ്രിയെ കണ്ട് സംസാരിക്കണം, അല്ലാതെ വേറെ വഴിയില്ല. ഗോമതി മനസ്സിൽ ഉറപ്പിച്ച് പുറത്തേക്ക് നടന്നു. മുറിയിൽ ചെന്ന് നോക്കിയപ്പോൾ പ്രിയെ കണ്ടില്ല. ഇവളിതെവിടെ പോയി? ഗോമതി ആലോചിച്ചു. ചിലപ്പോൾ താഴെ കാണാം, ഏതായാലും പോയി നോക്കാം. ഗോമതി താഴേക്ക് ചെന്നു. മഴ പെയ്യുന്നത് കണ്ട് രാഗിണി ആശങ്കയോടെ വരാന്തയിലേക്ക് വന്ന് പുറത്തേക്ക് നോക്കി. ഈശ്വര, നേരെ ഇരട്ടി, മഴയും പെയ്തു തുടങ്ങി. പ്രിയ കാണുന്നില്ലല്ലോ, ഒന്ന് പോയി നോക്കിയാലോ? രാഗിണി ആലോചിച്ചു. അപ്പോൾ ഗോമതി എവിടേക്ക് വന്നു. എന്താ രാഗിണി, മഴ പെയ്യുന്നത് നോക്കി നിൽക്കുകയാണോ? ഏയ് അല്ല ചേച്ചി, പ്രിയ വീട്ടിലേക്ക് പോയിട്ട് കുറേ സമയമായി. അസിത്തറയിൽ വിളക്ക് വെച്ചിട്ട് ഉടനെ വരാമെന്ന് പറഞ്ഞാൽ പോയത്. പക്ഷേ ഇതുവരെയായിട്ട് കാണുന്നില്ല. അച്ഛനും രവിയേട്ടനും വന്ന് അവളെ തിരക്കിയ പ്രശ്നമാകും. അവളെ തനിച്ച് ഇവിടേക്കും വിടരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടാണ് പോയത്. എനിക്കാകെ പേടിയാവുന്നു. ഞാനൊന്ന് പോയിട്ട് നോക്കിയിട്ട് വരാം. രാഗിനെ കുടയും എടുത്ത് പോകാനൊരുങ്ങിയതും ഗോമതി തടഞ്ഞു. നിൽക്ക് രാഗിണി, വിളക്ക് വയ്ക്കാറായില്ലേ? ഈ സമയത്ത് നീ പോയാൽ ശരിയാവില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയിക്കോളാം അവിടേക്ക്. അല്ല, അത് ചേച്ചി ഒന്നും പറയണ്ട, ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വന്നോളാം അവളെ. അച്ഛനൊരു രവി ചോദിച്ചാൽ ഞാൻ കൂടെ പോകണ്ടെന്ന് പറഞ്ഞാൽ മതി. എനിക്ക് അവളോട് തനിച്ച് കുറച്ച് സംസാരിക്കാനുണ്ട്. രാഗിണി ഒരു നിമിഷം മൗനമായി. ശരി ചേച്ചി. ഗോമതി കുടയും എടുത്ത് പുറത്തേക്ക് നടന്നു. ഇടിമുഴങ്ങുന്ന ശബ്ദം കേട്ട് പ്രിയ കണ്ണു തുറന്നു. അരികിൽ മയങ്ങുന്ന അഭി അവളൊന്ന് നോക്കി. പതിയെ അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. അവൾ ബെഡ്ഷീറ്റ് ചുറ്റി എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു. കുളിച്ച് വേഷം മാറി മുറിയിലേക്ക് വന്നു. അഭി മൂടിപ്പോച്ച് നല്ല ഉറക്കമായിരുന്നു. അവൾ ക്ലോക്കിലേക്ക് നോക്കി. വിളക്ക് വയ്ക്കാറായിരിക്കുന്നു. അഭിയെ വിളിക്കാമെന്ന് കരുതി ചെന്നപ്പോഴാണ് പുറത്ത് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടത്. ആരാ ഈ നേരത്ത്? അവൾ സംശയത്തോടെ ചെന്ന് വാതിൽ തുറന്നു. പുറത്ത് ഗോമതിയെ കണ്ടതും അവൾ ചിരിച്ചു. ആ, അമ്മായിയോ? കയറി വാ. അവൾ അകത്തേക്ക് കയറി. അമ്മായി എന്താ ഇങ്ങോട്ട് വന്നത്? ഞാൻ വിളക്ക് വെച്ചതിന് ശേഷം അങ്ങോട്ട് വരാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു, അവൾ പറഞ്ഞു. പക്ഷെ ഗോമതി അതൊന്നും ശ്രദ്ധിക്കാതെ വേറെ ഏതോ ലോകത്തായിരുന്നു. എന്തോ ടൈമായി, എന്തോ ടെൻഷൻ പോലെ. ടെൻഷൻ അടിക്കാതെ എന്ത് ചെയ്യാനാ മോളെ? അവൾ പറഞ്ഞ തീരുമാനം നീയും കേട്ടതല്ലേ? നീലിമയെ അവൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു എന്ന്. അവൾ അവൻ്റെ കൈ പിടിച്ച് വീട്ടിലേക്ക് വന്നാൽ അതോട്ട് തീർന്നുമില്ല. അവൾ എൻ്റെ കുടുംബം നശിപ്പിക്കും. അവളെ തകർക്കും. ഇതൊക്കെ സംഭവിക്കാതിരിക്കാനല്ലേ ഞാനന്ന് ഒരു കുറ്റവും ചെയ്യാതെ എൻ്റെ മകനെ തെറ്റുകാരനാക്കിയത്, നിന്നെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത്. എന്നിട്ടും അതിന് ഫലമില്ലാതെ വരികയാണ് എന്ന് വെച്ചാൽ എന്താ ചെയ്യുക? പ്രിയ എന്ത് ചെയ്യണം എന്ന് പറയണം എന്നാൽ പ്രിയ എന്തു പറയണം എന്നറിയാതെ കുഴങ്ങി. ഗോമതി അവളുടെ അരികിലേക്ക് ചെന്നു. മോളെ, നീ നിൻ്റെ തീരുമാനം മാറ്റണം. ഇല്ലെങ്കിൽ ഇത്രയും കാലം അഭിയും ഹരിയേട്ടനും അറിഞ്ഞാൽ സഹിക്കാൻ കഴിയില്ലെന്ന് കരുതിയാണ് നീലിമയുടെയും രാമകൃഷ്ണൻ്റെയും യഥാർത്ഥ മുഖം എന്താണെന്ന് ഞാൻ അവരോട് പറയാതിരുന്നത്. പക്ഷേ ഇനി അങ്ങനെ ചിന്തിച്ചാൽ ശരിയാവില്ല. എല്ലാ സത്യങ്ങളും അഭി അറിയണം. ഗോമതി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. എന്ത് സത്യങ്ങളാ അമ്മേ എന്നോട് പറയാനുള്ളത്? ചോദ്യം കേട്ട് ഗോമതിയും പ്രിയയും തിരിഞ്ഞു നോക്കി. അഭിയെ പിടിക്കാതെ ഗോമതി വായും പൊളിച്ച് നിന്നുപോയി. അഭി, നീ എന്താ ഇവിടെ? ഗോമതി സംശയത്തോട് ചോദിച്ചു. അത് അമ്മായി, അവൾ ചമ്മലോടെ നിന്ന് പരങ്ങി.
അബിയുടെ വേഷത്തിൽ നിന്നും പ്രിയയുടെ മുഖഭാവത്തിൽ നിന്നും അവർക്ക് ഏതാണ്ട് കാര്യങ്ങൾ പിടികിട്ടി. ഗോമതിക്ക് സന്തോഷമായി. നിങ്ങളപ്പോൾ ഗോമതി ചോദിച്ചതും അവൾ നാണത്തോടെ ചിരിച്ചു. ഗോമതി അവളുടെ കവിളിൽ പിടിച്ചു. സന്തോഷമായി മോളെ, ഗോമതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സന്തോഷമൊക്കെ അവിടെ നിൽക്കട്ടെ, അത് ഞാൻ ചോദിച്ചതിന് മറുപടി പറയാം. എന്ത് കാര്യമാണ് നിങ്ങൾ രണ്ടാളും എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചത്? ഞാനും അച്ഛനും പറഞ്ഞാൽ തകർന്നു പോകുന്ന എന്ത് കാര്യം അത് എനിക്കറിയണം, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. ഇരുവരും പരിഭ്രമത്തോടെ പരസ്പരം നോക്കി. അത് മോളെ, രണ്ടാളെ കിടന്ന് പരിങ്ങേണ്ട. അമ്മ ഇതിനാ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത്? ഞാൻ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് പ്രിയയുടെ ജീവിതം തകരാതിരിക്കാനാണ് അങ്ങനെയൊക്കെ പറഞ്ഞതെന്നാ. പക്ഷേ അന്ന് അമ്മ പറഞ്ഞതൊന്നും പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറായിരുന്നില്ല. അതൊക്കെ കള്ളമാണെന്ന് അന്ന് എനിക്ക് മനസ്സിലായതാണ്. ഇപ്പം സത്യം പറഞ്ഞേ പറ്റൂ, എന്താണെന്നുണ്ടായത്? അവൻ ചോദിച്ചു. ഗോമതി ശ്വാസം വലിച്ചു വിട്ടു. പറയാം മോനെ, ഇത്രയും കാലം നീ അറിഞ്ഞാൽ സഹിക്കില്ലെന്ന് കരുതിയാണ് ഞാനൊന്ന് പറയാതിരുന്നത്. ഇനിയത് വേണ്ടല്ലോ. അന്ന് പ്രിയയുടെ കല്യാണം നടക്കാനിരുന്ന ദിവസം നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണ് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും അവളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അവളെ വിളിക്കാനായിട്ട് ഞാൻ മുറിയിലേക്ക് ചെന്നു. ഗോമതി അന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവൻ ശരിക്കും ഞെട്ടിത്തെറിച്ച് നിന്നുപോയി. അന്ന് നിൻ്റെ അച്ഛനോട് എല്ലാം പറയുമെന്ന് കരുതിയതാണ് ഞാൻ. പക്ഷേ അച്ഛൻ അയാളെന്നാൽ അത്രയ്ക്ക് സ്നേഹവും വിശ്വാസവുമാണ്. ഞാൻ പറഞ്ഞ ചിലപ്പോൾ വിശ്വസിക്കുമെന്ന് പോലും സംശയമായിരുന്നു. അഥവാ എല്ലാം കേട്ടാൽ അതേ സഹിക്കില്ല. അതുകൊണ്ട് ഒന്നും പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷേ നീലിമയെ നീ വിവാഹം കഴിച്ചാൽ അവൻ നമ്മുടെ കുടുംബം തകർക്കും. അതുകൊണ്ട് എങ്ങനെ ഈ വിവാഹം മുടക്കണമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത്. പ്രിയയും അവൻ്റെ സംഭാഷണം കേട്ടതുകൊണ്ട് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് അവളും അതിനെ എതിർത്തില്ല. വിവാഹം മുടങ്ങിയ ദേഷ്യത്തിൽ അവർ ഇറങ്ങിപ്പോയപ്പോൾ എല്ലാം അവസാനിച്ചെന്ന് കരുതിയതാ. പക്ഷേ ഇപ്പോൾ എല്ലാം കേട്ട് അബിയുടെ രക്തം തെളിച്ചു. ഇത്രയൊക്കെ നടന്നിട്ടും അമ്മ എന്തുകൊണ്ടാ എല്ലാം മറച്ചു വെച്ചത്? എന്നോടെങ്കിലും ഇതൊക്കെ തുറന്ന് പറയാമായിരുന്നു. അവർക്ക് എന്തിനാ അമ്മേ നമ്മളോട് ഇത്ര പക? അതിന് മാത്രം എന്ത് തെറ്റാ അവരോട് നമ്മൾ ചെയ്തത്? അറിയില്ല മോനെ, പക്ഷെ അവർക്ക് പക അച്ഛനോടാണ്. അത് വീട്ടാനാ അയാൾ അച്ഛനോട് സൗഹൃദം സ്ഥാപിച്ചത്. അല്ലാതെ അതിലൊരു ആത്മാർത്ഥതയില്ല. അച്ഛനോട് എന്തിനാ പക? ഇന്ന് വരെ സത്യസന്ധമായിട്ട് അച്ഛൻ ജോലി ചെയ്തിട്ടുള്ളൂ. ആരെയും അറിഞ്ഞുകൊണ്ട് ദ്രോഹിച്ചിട്ടും ഇല്ല. അതുകൊണ്ട് തന്നെയല്ലേ അച്ഛൻ ഇത്രയും ബഹുമതികളൊക്കെ കിട്ടിയത്. എന്നിട്ടും അയാൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എനിക്കൊന്നും അറിയില്ല മോനെ, ഗോമതി പറഞ്ഞു. പ്രിയയുടെ തീരുമാനം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ നീലിമയെ വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞത്. അല്ലാതെ കാര്യമായിട്ട് പറഞ്ഞതൊന്നുമല്ല. അവളുടെ ചാപ്റ്റർ അന്ന് ഞാൻ ക്ലോസ് ചെയ്തതാണ്. പക്ഷേ ഇതൊക്കെ അറിഞ്ഞപ്പോൾ അതങ്ങനെ വെറുതെ ക്ലോസ് ചെയ്യുന്നത് ശരിയല്ലെന്ന് തോന്നി. അതുകൊണ്ട് ഞാനത് റീഓപ്പൺ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഇരുവരും ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി. നീ എന്താ ഉദ്ദേശിക്കുന്നത്? അറിയണം എനിക്ക്. എന്തിനാണ് അവർക്ക് നമ്മളൊരിത്ത ശത്രുതയെന്ന് അത് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. അതിന് ഞാൻ ഒരു കളി കളിക്കാൻ പോവുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം. ഇരുവരും പരസ്പരം നോക്കി. എന്തിനും ഞങ്ങളുണ്ടാവും കൂടെ, ഇരുവരും പറഞ്ഞു. കുളി കഴിഞ്ഞ് തല തോർത്തിക്കൊണ്ട് നീലിമ തൻ്റെ മുറിയിലേക്ക് വന്നു. അപ്പോഴാണ് ഫോൺ അടിച്ചത്. അവൾ അത് എടുത്തു നോക്കി. ഡിസ്പ്ലേയിൽ അബിയുടെ പേര് കണ്ടതും അവൾ അതിശയിച്ചു പോയി. അബിയേട്ടനോ? ഇത് പതിവില്ലാത്തൊരു വിളി. അവൾ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ നീലിമ. അവൻ്റെ ശബ്ദം ആർദ്രമായി. അത് കേട്ട് അവൾ അതിശയിച്ചു പോയി. അബിയേട്ടൻ തന്നെയാണോ വിളിക്കുന്നത്? അതെ. എന്താ വിശ്വാസമായില്ലേ നിനക്ക്? ഇത്ര പെട്ടെന്ന് നീ എൻ്റെ ശബ്ദം മാറുന്നോ? എത്ര തവണ ഞാൻ നിന്നെ ഇങ്ങനെ വിളിച്ചിരിക്കുന്നു. പക്ഷേ കുറേ കാലമായില്ലേ ഇങ്ങനൊരു വിളി കേട്ടിട്ട്. ഐ എം സോറി നീലിമ. ചെയ്തതൊക്കെ തെറ്റായിപ്പോയി എന്ന് എനിക്കറിയാം. പക്ഷേ നമ്മളെ സ്നേഹിക്കുന്ന പലരെയും ഓർത്ത് നിസ്സഹായനായി നിൽക്കേണ്ടി വന്നു എനിക്ക്. സന്തോഷത്തോടെ അല്ലെങ്കിലും പ്രിയയുടെ കഴുത്തിലൊരു താലി ഞാൻ കെട്ടിപ്പോയി.
ദാമ്പത്യം എന്ന പവിത്രമായ ബന്ധത്തിന് ഞങ്ങളുടെ വിവാഹം ഒരു കളങ്കമായി മാറരുതെന്ന് കരുതി. നിന്നെ കണ്ടാൽ നിന്നോട് അടുത്ത് പെരുമാറിയാൽ എൻ്റെ മനസ്സ് കൈവിട്ടു പോകുമെന്ന് തോന്നി. അതാണ് നിന്നോട് ഞാൻ അകലം പാലിച്ചത്. അത് നിനക്ക് വിഷമമായി എന്ന് എനിക്കറിയാം. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഞാൻ വിഷമിച്ചിരുന്നു. അത് കേട്ടതും അവളുടെ മുഖം വിടർന്നു. അബീട്ടാ, അവൾ വിളിച്ചു. ഇന്ന് സത്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. പ്രിയനോട് ഡിവോഴ്സ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി ആർക്കു വേണ്ടി ജീവിതം നശിപ്പിച്ച് കളയാൻ ഞാൻ തയ്യാറല്ല. ജീവിക്കണം നമുക്കൊരുമിച്ച്, നമ്മൾ സ്വപ്നം കണ്ടതുപോലെ. നീലിമയ്ക്ക് തൻ്റെ കാതുകൾ വിശ്വസിക്കാനായില്ല. അബിയുടെ പറഞ്ഞതൊക്കെ സത്യമാണോ? അതേ നീലിമ, മുത്തശ്ശൻ എനിക്ക് വാക്ക് തന്നു നമ്മുടെ വിവാഹം നടത്തിത്തരാമെന്ന്. അവൾക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നി. മതി അബിയേട്ട, ഇത് കേട്ടാൽ മതി. എനിക്ക് സന്തോഷമായി. ഞാൻ ഈ വിവരം അച്ഛനോട് കൂടി പറയട്ടെ. അച്ഛനും ഇത് കേൾക്കുമ്പോൾ സന്തോഷമാകും. ഞാൻ അച്ഛനോട് അങ്കിളിനെ വിളിക്കാൻ പറയാം. നിങ്ങൾ ഉടനെ തന്നെ ഇങ്ങോട്ട് വരണം. ശരി. ഫോൺ കട്ട് ചെയ്ത് വിജയഗർവോടെ അവൾ ചിരിച്ചു. അഭിമന്യു, അവസാനം പന്ത് എൻ്റെ കോർട്ടിൽ തന്നെ വന്നു. ഇനിയാണ് കളി. നിൻ്റെ കുടുംബത്തിൻ്റെ സർവനാശം തുടങ്ങിക്കഴിഞ്ഞു, അവൾ കോപത്തോടെ പറഞ്ഞു. മറുവശത്ത് കോൾ കട്ട് ചെയ്ത് അവി ഗൂഢമായി ഒന്ന് ചിരിച്ചു. നീലിമ, നീ ഇപ്പം നല്ല സന്തോഷത്തിലായിരിക്കുമെന്ന് എനിക്ക് നന്നായി അറിയാം. നീ വിചാരിച്ചതുപോലെയല്ലേ കാര്യങ്ങളെല്ലാം പോകുന്നത്. പക്ഷേ അവസാന വിജയം അതെനിക്ക് തന്നെ ആയിരിക്കും. നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കുന്നത് എന്താണെന്ന് നീ കണ്ടോ? അവന് പകയോടെ ചിരിച്ചു. അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട് സന്തോഷത്തോടെ നീലിമ താഴേക്ക് ഇറങ്ങി വന്നു. ഹാളിലെ സോഫയിലിരുന്ന് പത്രം വായിക്കുകയായിരുന്നു രാമകൃഷ്ണൻ. മകളുടെ സന്തോഷം കണ്ട് അയാൾ അമ്പരന്നു. എന്താ മോള് നല്ല സന്തോഷത്തിനാണല്ലോ. ആ, സന്തോഷിക്കാനുള്ള ഭാഗ്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുറച്ചു മുമ്പ് അബിയേട്ടൻ എന്നെ വിളിച്ചിരുന്നു. അയാൾ വിശ്വാസം വരാതെ അവളെ നോക്കി. അബിയോ? ആ അതെ, പ്രിയ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണ് കക്ഷി. എന്നോട് മാപ്പം പറഞ്ഞു, നമുക്കൊന്നിച്ച് ജീവിക്കണമെന്നും പറഞ്ഞു. നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നമ്മുടെ വഴിക്ക് വരികയാണ് അച്ഛാ. ഇനിയാണ് ശരിക്കുള്ള കളി കാണാൻ പോകുന്നത്, അവൾ പറഞ്ഞു. അത് കേട്ടത് രാമകൃഷ്ണന് സന്തോഷമായി. എന്തായാലും ഇനി ഇതിലൊരു മാറ്റം ഉണ്ടാക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ എല്ലാം നടത്തണം. ഹരിശങ്കറിൻ്റെ പതനം, അതായിരിക്കണം നമ്മളുടെ ലക്ഷ്യം. ഇരുവരും ഒരുപോലെ ചിരിച്ചു. തുടരും.